ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അബുദാബിയിലെ എമിറേറ്റ്സ് പാലസിലേക്കാണ്. ഏകദേശം അലയിൽ നിന്ന് നമുക്ക് അബുദാബി എമിറേറ്റ്സ് പാലസിലേക്ക് 2 മണിക്കൂറാണ് യാത്രയുള്ളത്. അവിടെ നമ്മൾ ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താം. അപ്പോൾ ബാക്കിയെല്ലാ വിശേഷങ്ങളും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതാ നീണ്ട 2 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ എമിറേറ്റ്സ് പാലസിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അവർ ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ അവിടുന്ന് ബസ്സിലാണ് പാലസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. പാലസിൽ ബസ് എത്തിയതിന് ശേഷം നമ്മളവിടെ ഇറങ്ങി പിന്നീട് നമ്മൾ പാലസിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നടന്ന് കാണാനുള്ളൊരു ഏരിയ തന്നെ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂടേ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ബാക്കി കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും അവരുടെ കൾച്ചറും നോളജും എന്തെല്ലാമാണെന്നും നമുക്ക് ബാക്കി കാണാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അതെന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആ ലൈറ്റിൻ്റെ ആ ഒരു പവർ കൊണ്ട് തന്നെ നമ്മളെ ക്യാമറയ്ക്ക് അത്രയും എഫക്റ്റ് കിട്ടുന്നില്ലായിരുന്നു. അത്രയും ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത്. നമ്മൾ ഈ ക്യാമറയിൽ ഫോണിലെടുത്തിട്ടുള്ളതിൻ്റെ പകുതി മാത്രമാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനേക്കാൾ ഇരട്ടി ഭംഗിയാണ് അവിടുത്തെ ലൈറ്റും അതിൻ്റെ ഉള്ളിലുള്ള വർക്കും ഒക്കെ കാണാൻ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടറിയാം. അപ്പോൾ നമുക്ക് പാലസിൻ്റെ ഉള്ളിൽ എന്തെല്ലാം നോക്കാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ ഡൈനിങ് ഏരിയയാണ്. ഒരു വലിയൊരു ഡൈനിങ് ഏരിയയാണ് നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിഗംഭീരമായിട്ടുള്ള ലൈറ്റും ടേബിളും ചെയർസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരടിപൊളി ഡൈനിങ് ഏരിയ. പിന്നീട് ഇവിടെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സായിട്ട് ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യക്കാർക്ക് റീഡ് ചെയ്യാം. ആ ഒരു സെറ്റപ്പിലാണ് നമുക്കവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് നമ്മൾ അവരുടെ കൾച്ചറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റൂമിലേക്ക് ഇതുപോലെ കയറും. അതിലവരുടെ ഡ്രസ്സിങ്ങും പിന്നെ അവരുടെ ഫിഷിങ്ങിൽ അവർ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളും പിന്നെ അവരുടെ പാത്രങ്ങൾ, അവരുടെ ഓരോ രാജ്യങ്ങൾ അവർക്ക് ഗിഫ്റ്റ് കൊടുത്ത കാര്യങ്ങൾ, അതുപോലെ അവരുടെ പാത്രങ്ങൾ, ഓർണമെൻറ്റ്സ് എല്ലാമാണ് ഈ റൂമിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അവരവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. Yeah, we got a lot of belongings, boys.
ഇതെല്ലാം കണ്ട് നേരെ നമ്മൾ പോയത് അവരുടെ ലൈബ്രറിയിലേക്കാണ്. ലൈബ്രറിയിൽ ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ അവരിതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവരെല്ലാവരും വന്നാൽ ഗസ്റ്റുകളും മറ്റിരുന്ന് സംസാരിക്കുന്ന ഒരു ഏരിയ അവരിതുപോലെ സെറ്റ് ചെയ്ത് വെച്ചതുകൂടി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഇല്ല എങ്കിൽ നമുക്ക് പുറത്ത് നിന്നിട്ട് എല്ലാം കാണാം. അതുപോലെ ലൈബ്രറി ആയാലും എല്ലാം അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ. പിന്നെ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഭംഗി അത് നമ്മൾ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ക്യാമറ ഓണാക്കാൻ പോലും തോന്നില്ല. ആ ഒരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ പോയാൽ. അത് നമ്മൾ ഓരോരുത്തരും എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് തന്നെ നമുക്കിത് പറയാം. പിന്നെ ഇത് അവർ യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻസാണ്, മ്യൂസിക് ഇൻസ്ട്രുമെൻസാണ്. അങ്ങനെ ഒരു 3 ഐറ്റംസ് ഇതുപോലെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ തന്നെ ഉണ്ടോ നമുക്ക് റീഡ് ചെയ്താൽ അതെന്തിനാണ് ഏത് രീതിയിലാണ് അത് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് അവിടെ മനസ്സിലാവും. പിന്നെ അവർ യൂസ് ചെയ്തിട്ടിരുന്ന അതായത് അവരുടെ മെഡിസിനും മറ്റു കാര്യങ്ങളും ഏതെല്ലാം രീതിയിലാണ് കൊടുത്തിരുന്നത്, അവരെന്തെല്ലാം ചെയ്തിരുന്നത് എന്നുള്ള അവരെല്ലാ ഹെൽത്ത് രീതിയിലായിട്ടുള്ള സർജിക്കൽ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ അതും ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് ഈ അബുദാബിയിലെ എമിറേറ്റ് പാലസ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും. By your side